ഇത് നോക്കി ഞങ്ങള് പിന്നെ ചെറൂർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് 10A ക്ലാസ് ആട്ടത്. എല്ലാവരുടെ കയ്യിലും കാലിഗ്രാഫി ഉണ്ട്. ഇതിൽ ഏറ്റവും അത്ഭുതം എന്താ പറയുക, ഇവരൊക്കെ ഈ ചെറൂർ സ്കൂളിലെ 10A ക്ലാസ്സിലാണ്, അതോടൊപ്പം തന്നെ ശരിയത്ത് കോളേജിലും കൂടെയാണ്. വളരെ ഡിഫറെൻ്റ് ആയ ഒരു കാഴ്ചയാണ്. ഇന്നിവിടെ പിന്നെ അറബിക് ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് 2 പ്രതിഭകളെ നമ്മൾ അറബിക് ടീച്ചേഴ്സ് കണ്ടെത്തിയത്. അതിൽ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരാളാണ്. ഇതൊക്കെ ഒരാൾ വരച്ചതാണ്. കരവിരുത് ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അക്കീം സാറ് പുറത്ത് നിൽക്കുകയാണ്. സാറ് നോക്കാം. ഓക്കെ, മലയാളത്തിൻ്റെ സാറാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അറബിക്കിന് കാര്യം, ഒക്കെ കാര്യമുണ്ട്. ഇവനാണ് ആള്. ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖം. ഇതൊക്കെ എന്താ പേരെന്ന് പറഞ്ഞേ? മുഷ്ഫിഖ്. മുഷ്ഫിഖിന്റെ വീട് എവിടെ ശരിക്ക്? മിനി കാപ്പിൽ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിൽ അല്ലേ? അല്ലല്ല, ഊരകം പഞ്ചായത്തിൽ. ഓക്കെ, ഇതൊക്കെ നീ വരച്ചതാണോ? ഏത് ക്ലാസ് മുതൽ തുടങ്ങിയതാണ്? എന്നാ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായത്? 7ാം ക്ലാസ്. അത് ആരാ ആദ്യമായിട്ട് കണ്ടെത്തിയത്? അങ്ങനെ ഒന്നുമില്ല, എവിടെ കണ്ടത്, എവിടെ ഖുറാനില് ഹെഡിങ് കണ്ടപ്പോ ഒരാഗ്രഹം തോന്നിയതാ. ഇതൊക്കെ എന്തൊക്കെയാണ് വരച്ചിട്ടുള്ളത്? ആയത്തുൽ കുർസി ഉണ്ട്, പിന്നെ പറഞ്ഞു കൊടുക്ക്. ആയത്തുൽ കുർസി. ഓക്കെ, പിന്നെ നിങ്ങൾ വിശദീകരണം ഭയങ്കര തന്നെ പറഞ്ഞു കൊടുക്ക് പ്രേക്ഷകർക്ക്. ആയത്തുൽ കുർസി. ഇതൊരു വെറൈറ്റി ആയിക്കണല്ലോ സംവിധാനം. ഓക്കെ, പിന്നെ ആയത്തുൽ കുർസി. ഓക്കെ. പിന്നെ എന്ത് തോന്നുന്നു, ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഉഷാറായി ആണല്ലേ? ഇവിടെ എങ്ങനെയുണ്ട്? ചെറു സ്കൂൾ 10ാം ക്ലാസ് സ്കൂൾ എങ്ങനെയുണ്ട്? ശരിയത്ത് കോളേജ് എങ്ങനെയുണ്ട്? ഭാവിയിൽ എന്താവാൻ ഇഷ്ടം? ഭാവിയില് ഒരു അധ്യാപകനാണ്. അതെന്തുകൊണ്ടാ? അല്ല, ഈ ഫീൽഡിൽ തന്നെ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ. ഇതിന്റെ സെയിലുണ്ടോ, കച്ചവടം ഉണ്ടോ? സെയില് ഞാൻ അങ്ങോട്ട് പോരും, ഉമ്മ അവിടുന്ന് റെഡിയാക്കണം. അതാണ് മാഷെ ശ്രദ്ധിച്ചങ്ങള്. ഉമ്മ അക്കീം സാറേ, ഇവന് വരച്ചു കൊടുത്തിട്ട് ഓം ഇവിടെ ഉള്ള നമ്മളെ എത്തിങ്ങാനി ഇത് ശരിയത്ത് കോളേജിലെ ഹോസ്റ്റലിലാണ് അല്ലേ? അവിടെ നിന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഉമ്മ അവിടെ സെയിൽ ചെയ്യും. ഫാദർ എന്താണ്? വീട്ടിക്ക് വരുന്നവർക്ക് നാട്ടില് ചോദിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇവന് ഒരു പ്രത്യേകത എന്താണ്? വരുമാനം ഉണ്ട് എന്നുള്ളതാണ്. പഠനത്തോടൊപ്പം വരുമാനം ഉണ്ട്. നോക്കി ഇവിടെ കണ്ടിട്ട് സാധനം അടിപൊളി. ഇതൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും സമയം കിട്ടുക? എത്ര ഞാനാണ് വരച്ചിട്ടുള്ളത്? ഞാൻ നാട്ടിൽ പോകുമ്പോള് അങ്ങനെ വരക്കല്ലേ, ആണല്ലേ? ഇപ്പൊ രണ്ടും കൂടെ ആകുമ്പോ ഒരു സെക്കൻഡ് മോനെ, ഇത് ഇവിടുത്തെ പഠനവും പിന്നെ അല്ലെ ഇവരെ പ്രത്യേകത മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസം സമ്മിശ്രമായിട്ടാണ്. രണ്ടും കൂടെ എങ്ങനെയുണ്ട്? സമന്വയ വിദ്യാഭ്യാസമാണ്. എന്ത് തോന്നുന്നു? പ്രയാസം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് ആൾക്കാര് പോയിന്റ്. അത് തന്നെയാണ്. അതെന്താ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പ്രേക്ഷകർക്ക് കുട്ടീനെ പരിചയപ്പെടുത്തണം. അതെന്തുകൊണ്ടാ? എപ്പോഴാണ് എണീക്കാറുള്ളത്? രാവിലെ 5:30 എണീക്കും. പിന്നെ സുബഹിസ്കരിച്ചിട്ട് പിന്നെ അവിടുത്തെ പഠനം എപ്പോഴാ? സുബഹിസ്കരിച്ചിട്ട് പിന്നെ എന്താ കുളിക്കാനുള്ളതും ആ ടൈമാണ്. പിന്നെ 7:00 അവിടുത്തെ ക്ലാസ് തുടങ്ങും. പിന്നെ സ്കൂൾക്ക് വരും. സ്കൂൾക്ക് വന്നിട്ട് പിന്നെ ഇവിടുത്തെ പഠനം. വൈകുന്നേരം കളിയില്ലേ? വൈകുന്നേരം കളിയുണ്ട്. അതാണ് പറഞ്ഞത്, കളിക്കും സമയം കണ്ടെത്തുന്നത്. ഈ പഠിക്കാനും വരും എടുക്കാണ്. 10A ക്ലാസ് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂള് 1 ഓഫ് ദ പ്രസ്റ്റീജിയസ് ക്ലാസ് ആണ്. നല്ലൊരു ക്ലാസ് ആണിത് അല്ലേ ഷബീർ സാറേ? അടിപൊളി ക്ലാസ് ആണ്. അതിലിങ്ങനെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ജനങ്ങളൊന്നും അറിയട്ടെ അല്ലേ? സാധാരണ ഇത്തരം കുട്ടികൾ, ചില കുട്ടികൾ വെറും പഠനം മാത്രമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ മാത്രമാണോ? അല്ല, എല്ലാ കഴിവും വേണ്ടേ? എല്ലാ കഴിവുകൾ പരിപോഷിക്കണം. എങ്ങനെയുണ്ട് നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഉഷാറ. എന്തുകൊണ്ടാ അടിപൊളി പറയാൻ കാരണം എന്താ? നല്ല ചിത്രം വരക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ്? പഠിക്കാനോ? ഉഷാറാണ് അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു? അത് ഇപ്പം അവൻ തന്നെ പറഞ്ഞല്ലോ, അവന്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്മാർട്ടായിട്ട്. നിങ്ങളെ സബ് ജില്ലാ പോസ്റ്റർ രചന മത്സരത്തിനൊക്കെ പങ്കെടുത്ത ആളാണ്. പിന്നെ ഒരുപാട് ബ്രഷുകൾ ഓൻ ഇതിനു വേണ്ടി കരുതി വെച്ചേ. ഫാദറിന് എന്താ പണി? ഓക്കെ. ഉഷാറ്. പിന്നെന്താ പറയാനുള്ളത്? നല്ല പയ്യനാണ്. അവനെ അറബി പഠിപ്പിക്കുന്നത്. അറബിക് സാറാണ്. രീതിയിലും നല്ല പഠിക്കുന്ന കുട്ടിയാണ്. നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോഴേ അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഉഷാറായി. ഇതെല്ലാരും നിങ്ങളെ ഫ്രണ്ട് അഭിമാനം ഇല്ല നിങ്ങൾക്ക്? ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോയോട്ടെ. അക്കീം സാറേ, താങ്ക് യു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഒരു മലയാളക്കാരൻ എന്നുള്ളതിൽ എന്താ പറയാനുള്ളത്? ഉഷാറാണ്, നല്ല കഴിവുകളാണ്. നമ്മളിപ്പം പിന്നെ അപൂർവം ചില കുട്ടികളിൽ കാണുന്ന ഇത് പറഞ്ഞാൽ ഇൻബോണാണ്. മറ്റേത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഉണ്ടാക്കുന്നതിനൊരു പരിധിയുണ്ട്. അവൻ്റെ കയ്യിൽ നല്ലൊരു കലാകാരനുണ്ട്.